ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, വികസന പങ്കാളികളാണ്, എതിരാളികളല്ല. ആ വാക്കാണ് ഹെഡ്ലൈൻ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഴുവൻ ഒരു പുതിയ അച്ചുതണ്ടിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ആനയും വ്യാളിയും ഒരുമിച്ച് നൃത്തം വെക്കട്ടെ എന്ന് പറയുമ്പോൾ ഗാൽവാൻ വിഷയത്തിലടക്കം എടുത്ത ശക്തമായ ഒരു നിലപാടുണ്ട്. ഈ നിലപാട് മയപ്പെടുത്തുകയാണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അങ്ങനെ ഒരു സൂചന അതിനകത്തുണ്ടോ? യുഎസിനുള്ള ഒരു തിരിച്ചടി മാത്രം എന്ന തരത്തിലാണോ ഇത് കാണേണ്ടത്? ഇതിനെ മൾട്ടിപ്പിൾ ലെവലിൽ കാണേണ്ടതുണ്ട് അപർണ. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ എല്ലാവരും ഇതിനെ ഈ ഒരു ഇന്ത്യ ചൈന ബോൺ ഹോമി അല്ലെങ്കിൽ വൈകി വന്ന ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു ഊഷ്മള ബന്ധത്തെ വിലയിരുത്തുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായ ചില അർത്ഥതലങ്ങൾ കാണാതെ പോകരുത്. 7 വർഷം ഉണ്ടായ ഒരു തണുപ്പ്, ആ മഞ്ഞ് ഉരുകി ഇപ്പോൾ ഇതാ കുറച്ച് നോർമലൈസേഷൻ ലെവലിലേക്ക് വരികയാണ്. അതിനുള്ള ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് ഒരുപക്ഷെ ട്രംപിന്റെ കാർഡൻ നയങ്ങളാവാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇന്ത്യ ചൈന ബന്ധങ്ങൾ. നോക്കൂ, ലോക ജനസംഖ്യയുടെ 1/3 അധിവസിക്കുന്നത് ചൈനയും ഇന്ത്യയും ചേരുന്ന മഹാഭൂമികയിലാണ്. ഇവിടെ ഒരു മാനവരാശിയുടെ തന്നെ 1/3 വസിക്കുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം തീർച്ചയായും അത് മാനവരാശിയുടെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന പരസ്പരമുള്ള കണ്ടെത്തൽ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുതന്നെയാണ് ഒരു പരിധിവരെ ഈ ഉച്ചകോടിയിൽ ഊന്നിപ്പറഞ്ഞത്. ഷി ജിൻപിങ് മോദി ചർച്ചയിൽ നീളിച്ചു നിന്നതും ആ ഒരു വികാരമാണ്. ഇവിടെ പലരും കരുതുന്നത് പോലെ അമേരിക്കയ്ക്കുള്ളൊരു താക്കീത് മാത്രമല്ല, മറിച്ച് ഏഷ്യയുടെ നൂറ്റാണ്ട് പിറന്നിരിക്കുന്നു എന്ന ഒരു പൊതുവികാരം ഇവിടെയുണ്ട്. ചൈന, ജപ്പാൻ, ഇന്ത്യ, റഷ്യയുടെ ഏഷ്യൻ ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. ലോകത്തെ വിഭവങ്ങളുടെ സിംഹഭാഗവും ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം ഇതെല്ലാം തന്നെ അധിവസിക്കുന്ന ആ ഭൂമി, അതിനെ അവഗണിച്ചുകൊണ്ട് യൂറോസെൻട്രിക്കായ ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു ബന്ധം യൂറോപ്പ്, പശ്ചിമ യൂറോപ്പും അമേരിക്കയും നേതൃത്വം നൽകുന്ന ഒരു ലോകക്രമം ഒരു 14-15 നൂറ്റാണ്ട് മുതൽ ആ രീതിയിൽ തന്നെയാണ് ലോക രാഷ്ട്രീയം കറങ്ങിയിരുന്നത്. അതിനൊരു മാറ്റം വന്നേ പറ്റൂ, ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നേ പറ്റൂ എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഷീ ജിൻപിങ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇവിടെ മോദി ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല. ഇവിടെ മാർച്ച് മാസം ഷീ ജിൻപിങ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അതിനുള്ള കാറ്റലിസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ചൈനയ്ക്കെതിരെ നടത്തിയ തീവ്രമായ ആക്രമണം, വ്യാപാര യുദ്ധത്തിന്റെ വലിയ കാർമേഘങ്ങളാണ് ചൈനയ്ക്ക് മേൽ പെയ്തിറങ്ങുമെന്ന് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ആ കാർമേഘം കുറെയൊക്കെ ഒഴിഞ്ഞുപോയി എന്ന് കരുതാം. ഇപ്പോൾ ഇതാ ആ കാർമേഘം ഇന്ത്യക്ക് നേരെ നടന്നെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മാർച്ച് മാസം തുടങ്ങി വെച്ച ടാങ്കോ, അതായത് ചൈനീസ് ഡ്രാഗൺ ആൻഡ് ഇന്ത്യൻ എലിഫന്റ് ക്യാൻ ടാങ്കോ, ഇത് പ്രസിഡന്റ് ടു പ്രസിഡന്റ് കോൺടാക്റ്റിൽ വന്നൊരു പ്രയോഗമാണ്. അത് ഇന്നത്തെ ദിവസം വീണ്ടും ഷീ ജിൻപിങ് ആവർത്തിക്കുന്നത് കണ്ടു. അതായത് ചൈനയെക്കുറിച്ച് ഉള്ള ആശങ്കകളാണ്. ചൈനീസ് വ്യാളി എന്ന് പറയുമ്പോൾ ചൈനയെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ചൈനീസ് ഡ്രാഗൺ വിൽ ബ്രീത്ത് ഫയർ ഡൗൺ അവർ നെക്ക് എന്നൊരു പരമ്പരാഗത വിശ്വാസം. അത് ഒരുപക്ഷെ 1962 യുദ്ധം, 1965 പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ ചൈന പാകിസ്ഥാന് നൽകിയ സഹായം, അതുപോലെ കാർഗിൽ യുദ്ധ സമയത്തൊക്കെ ചൈന എടുത്ത നിലപാട്, ഏറ്റവും അവസാനം ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്തുൾപ്പെടെ പാകിസ്ഥാൻ പൊരുതിയത് ചൈനീസ് ആയുധങ്ങളുമായിട്ടാണ്. ആ സമയത്തെല്ലാം തന്നെ ചൈന പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട്. അതിൽ നിന്നും പെട്ടെന്ന് എങ്ങനെയാണ് മാറി ചിന്തിക്കാൻ കഴിയുക? സ്വാഭാവികമായും കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമാണ്. ഗാൽവാൻ നമ്മൾ മറന്നുപോയോ? 20 സൈനികരെ ബലി കൊടുക്കേണ്ടി വന്ന ഗാൽവാൻ ദുരന്തം 2020, അതിന് മുൻപുണ്ടായിരുന്ന അരുണാചൽ ബോർഡറിലുണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ബോർഡർ ഈസ് ഹൈലി ഇൻസെക്യൂർ എന്നൊരു പ്രതീതിയാണ്. അത് മാത്രമല്ല, ചൈന ഇന്ത്യയുടെ ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി, ഹെക്ടർ കണക്കിന് ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ എന്തുകൊണ്ട് ഈ ദുരനുഭവങ്ങളെല്ലാം മറന്നുകൊണ്ട് ചൈനയുമായി കൈകോർക്കാൻ പോയി എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. ആ ചോദ്യം സ്വല്പം ഉറക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, ഇത് യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ചൈന ഇന്ത്യ ട്രേഡ് ഡിസ്കഷൻസ് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് ചിന്തിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്, സിഒ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ടാണ്
ഇന്ത്യ ചൈന ഉഭയകക്ഷി ചർച്ച നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഗ്രൗണ്ട് ഒരുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായി ഗ്രൗണ്ട് സെറ്റായില്ല. അതുകൊണ്ടാണ് വ്യക്തമായ ധാരണകളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ ട്രേഡ് ഫിഗേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യക്ക് ചൈനയുമായുള്ള വ്യാപാരത്തിൽ അടവശിഷ്ട നില ലേശം മോശം തന്നെയാണ്. അത് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ, ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാൻ ഭാരതം ആഗ്രഹിക്കുന്നു എന്ന കാര്യം മോദി വ്യക്തമായി പറയുകയും ചെയ്തു. അതിന് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സാധിക്കും, ചൈനയിലുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റുകളും ഇന്ത്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയുടെ നിയന്ത്രണവും എല്ലാം തന്നെ ഏത് രൂപത്തിലാകും എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള സംസാരമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തി ഒരു വലിയ ഫണ്ടമെന്റൽ പ്രശ്നമായി കരുതേണ്ടതില്ല എന്ന ഷീ ജിൻപിങ്ങിന്റെ വാക്കുകൾ അത് നാനാർത്ഥമുള്ള വാക്കുകളാണ്. കാരണം അതിർത്തിയായിരുന്നു എക്കാലത്തും ഫണ്ടമെന്റൽ പ്രശ്നമായി ഇന്ത്യ കണ്ടിരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 4000-ഓളം കിലോമീറ്റർ നീളുന്ന അതിർത്തി എപ്പോഴും ദുർബലമായിരുന്നു. ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൈനയുടെ 5 ഫിംഗർ പോളിസി. ആ 5 ഫിംഗർ പോളിസിയിൽ ഒരു ഫിംഗറാണ് ഇന്ത്യയുടെ കാശ്മീർ ഭാഗത്തുള്ള ലഡാക്ക്. അതുപോലെ ഈ നേപ്പാൾ, ഭൂട്ടാൻ പ്രദേശങ്ങൾ 5 ഫിംഗർ പോളിസിയുടെ ഭാഗമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമല്ല. എന്നാൽ സിക്കിം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്, അരുണാചൽ പ്രദേശ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ ഇവിടെല്ലാം തന്നെ ചൈനീസ് സ്വാധീനമുണ്ട്, ചൈനീസ് കൾച്ചറുണ്ട് എന്ന് ചൈന ക്ലെയിം ചെയ്യുന്നു. അതുകൊണ്ട് ചൈന കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മേഖലകളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ചൈനീസ് എക്സ്പാൻഷനിസ്റ്റ് പോളിസിയെ ഇന്ത്യ സംശയത്തോടു കൂടിയാണ് എക്കാലത്തും കണ്ടിരുന്നത്. ആ ഒരു കാര്യം ഫണ്ടമെന്റൽ പ്രശ്നമായി എടുക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് അത് അയൺ ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭൗമരാഷ്ട്രീയം മാറി മറിയാൻ നിമിഷങ്ങൾ മതിയാകും. അതാണ് ഫണ്ടമെന്റൽ പ്രശ്നം. ഇപ്പൊ കാശ്മീർ എന്ന ഫണ്ടമെന്റൽ പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റു പ്രശ്നങ്ങൾ വളരെ തുച്ഛമാണ്. അവിടെയാണ് ഫണ്ടമെന്റൽ പ്രശ്നങ്ങളിൽ ഒരു ധാരണയാകാം. ഭാരതവും ചൈനയും മാത്രം ധാരണയിലായാൽ മതിയോ? കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ബ്രിക്സ് രംഗത്ത് വരേണ്ടതുണ്ടോ? ഒരുപക്ഷെ അതിന്റെ ഏർലി സൂചന ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളും ഇല്ല എങ്കിൽ പോലും 10 രാജ്യങ്ങൾ SCOയിൽ 10 രാജ്യങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, ഈ 10 രാജ്യങ്ങളുടെ പട്ടിക പീഡിപ്പിക്കുന്ന അമേരിക്കയെ ഭീതിപ്പെടുത്തുന്ന ഒരു പട്ടികയാണ്. നോക്കൂ, റഷ്യയുണ്ട്, മുൻ റഷ്യൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ ബെലറൂസ് ഉണ്ട്. ഇത് രണ്ടും യൂറോപ്യൻ ശക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. ഏഷ്യൻ പ്രദേശത്ത് നിന്ന് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ, റഷ്യയുടെ സ്വാധീന വലയത്തിലായിരുന്ന അല്ലെങ്കിൽ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഈ 4 രാജ്യങ്ങൾ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കാളികളാണ്. ചൈനയും ഇന്ത്യയും പോലെയുള്ള ഭീമൻ രാജ്യങ്ങൾ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് ഇറാൻ. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാൽ യഥാർത്ഥത്തിൽ ബ്രിക്സ് കൂട്ടായ്മ, എല്ലാം ബ്രിക്സ് രാജ്യങ്ങളല്ല എന്ന് ഓർക്കണം. പക്ഷേ ബ്രിക്സും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനും എല്ലാം തന്നെ പാശ്ചാത്യ വിരുദ്ധതയുടെയും അമേരിക്ക സെൻട്രിക് ഒരു വേൾഡ് ഓർഡറിന്റെ എതിരായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അത് പുനരുജ്ജീവിപ്പിച്ചു വരുന്നത് വളരെ മന്ദഗതിയിലായിരുന്നു. ഡോക്ടർ മോഹൻ മരിച്ച് ഞാൻ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് ഡോക്ടർ മോഹൻ മരിച്ച്, വളരെ ചുരുക്കത്തിൽ. അതായത് നമ്മൾ ഈ ഉറ്റുനോക്കുന്ന പോലെ US ഒരു വശത്ത് നിൽക്കുന്നു, ട്രംപിന്റെ കടൻ നയങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു, ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം അതൊരു പുതിയ അച്ചുതണ്ടായി വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ഒരു വിഷയമാണോ പ്രധാനമായിട്ട് നിൽക്കുന്നത്? ഇപ്പുറത്ത് ട്രംപിന്റെ വലിയ സമ്മർദ്ദം കൊണ്ട് ബീജിംഗ് മുന്നോട്ട് വയ്ക്കുന്ന ചില നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വരുന്നു ഇന്ത്യക്ക് എന്നുള്ളൊരു ഒരു ഒപ്പോണൻസിന്റെ ഒരു ആരോപണമുണ്ട്. അതിനെ ആ തരത്തിൽ പൊളിറ്റിക്കലി മാത്രം എടുത്താൽ മതി എന്നാണ്. അതിനെ പൊളിറ്റിക്കലി മാത്രം എടുത്താൽ മതി. ചൈന വരച്ച വരയിൽ ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം മാത്രമാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. ഇവിടെ G20 എന്ന ഒരു ക്രമം 1900 അതായത് ആഗോള സാമ്പത്തിക മാന്ദ്യം സംഭവിച്ച 2008-09 മുതൽ ഒരു G20 റെജിമെൻ, അതായത് വികസ്വര രാജ്യങ്ങളും അത് പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും ചേരുന്ന, അതായത് മുൻകാലത്തെ G15 G7 കൂടെ ചേർന്ന G20+1 G21 ഈ ക്രമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് പകരമായി ഒരുപക്ഷെ 2 ധ്രുവങ്ങളായി ലോകം വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക നേതൃത്വം നൽകുന്ന G7 സംവിധാനവും അതാണ് ലോക വ്യാപാരത്തിന്റെ 28%. പക്ഷെ അതേക്കാൾ ലേശം കൂടുതലാണ് യഥാർത്ഥത്തിൽ വിപുലീകരിച്ച ഈ പറയുന്ന ബ്രിക്സിന്റെ വ്യാപാരം എന്ന് പറയുന്ന പരസ്പരമുള്ള വ്യാപാരം. ഏതാണ്ട് ലോക വ്യാപാരത്തിന്റെ 35% വരും. അത് കൂടാനാണ് സാധ്യത. കാരണം വളർച്ചാ നിരക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ വളർച്ചാ നിരക്ക് പരിഗണിക്കുമ്പോൾ അത് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് G7 വേഴ്സസ് ബ്രിക്സ് എന്ന നിലയിലേക്ക് ലോക വ്യവസ്ഥ, അതായത് രാഷ്ട്രീയ വ്യവസ്ഥ മാത്രമല്ല സാമ്പത്തിക ഘടന മാറാനുള്ള സാധ്യത. ഇതാണ് പാരഡൈം ഷിഫ്റ്റ്. അതുകൊണ്ട്
ചൈന, റഷ്യ, ഇന്ത്യ ഓൺ ദ സെയിം പേജ്. ജപ്പാൻ ന്യൂട്രലൈസ്ഡ്. അമേരിക്കൻ ചേരിയിൽ നിന്ന് മാറത്തൊന്നുമില്ല, പക്ഷെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്ന ജപ്പാൻ. യൂറോപ്യൻ രാജ്യങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി ട്രംപിനെ വീക്ഷിക്കുന്നു. ഇതെല്ലാം തന്നെ അടിയുറച്ചു നിൽക്കുക എന്നൊന്നും പറയുന്നത് ശരിയല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപ് നിവൃത്തികേടിന്റെ പേരിൽ ഇപ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കേണ്ടി വരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു നിലപാടുണ്ടാവും. അവിടെയാണ് അമേരിക്കയുടെ മേധാവിത്വം അവസാനിച്ചു എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കാണ് ലോക ഘടനകളുടെ പോക്ക്. ഇപ്പോൾ ഇത് ശ്രമിച്ചില്ല എങ്കിൽ ചൈനയ്ക്കും ഇന്ത്യക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നൗ ഓർ നെവർ. ഇപ്പോൾ അനുകൂലമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യമാണ്. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ പരമാവധി അമേരിക്ക കേന്ദ്രീകൃതമായ വ്യവസ്ഥയെ മറികടക്കാൻ, ഡോളർ കേന്ദ്രീകൃത വ്യവസ്ഥയെ മറികടക്കാൻ കിട്ടിയ ഏറ്റവും ഉചിതമായ ഒരു സമയമായി ഈ പ്രതിസന്ധി ഘട്ടത്തെ മാറ്റിയെടുത്തതിലാണ് ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കുന്നത്. ഓക്കേ, ഞാൻ തിരികെ എത്താം. ഡോക്ടർ